ഹലോ. അങ്ങനെ നമ്മൾ യൂണിറ്റ് 4 എത്തിയിരിക്കുകയാണ്. ദ സ്കൈ. ഇപ്പൊ യൂണിറ്റ് 4 3 ചാപ്റ്റേഴ്സും സ്കൈനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ചാപ്റ്റർ 10 നൈറ്റ്. അതിനു മുന്നേ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. പിക്ചർ റീഡിങ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ പിക്ചർ നോക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം ഇതാണ് പിക്ചർ. എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ്. റോഡിന് രണ്ട് സൈഡിലും കുറെ ഷോപ്സും സ്റ്റാൾസും ഒക്കെ ഉണ്ട് അല്ലേ? അതുപോലെ നിറയെ ആളുകളുണ്ട്. ഇത് സെല് ചെയ്യാനും വാങ്ങിക്കാനും ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ. അത് കൂടാതെ കുറെ ആനിമൽസും ഉണ്ടല്ലേ? ഏതൊക്കെ ആനിമൽസ് ആണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും ഒക്കെ ഉള്ളത് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ യു സീ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് സ്ട്രീറ്റ്? നിങ്ങൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ റോഡിന്റെ രണ്ട് സൈഡുകളിലായിട്ട് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? Maybe you can write like this. On both sides of the street, there's a market with many shops and stalls. People are there to buy and sell things. There are also many animals on the road and a few children are playing with toys. ഇതിങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആൻസർ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ആർ ദർ ടു ഡസ്റ്റ്ബിൻസ്? ഇവിടെ ഒരു ഷോപ്പിന്റെ പുറത്ത് രണ്ട് ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നുണ്ട്. വൺ ഇസ് ബ്ലൂ ആൻഡ് ദ അതർ ഇസ് ഗ്രീൻ. ഡു യു നോ വൈ വൺ ഇസ് ബ്ലൂ ആൻഡ് അതർ വൺ ഇസ് ഗ്രീൻ ഇൻ കളർ? There are two dustbins because one is for food waste and other one is for non-food waste. The blue bin is used for dry waste while the green bin is for wet waste. Why is the man in dark glasses holding a white stick? ഇവിടെ ഒരാളുണ്ട്, ഡാർക്ക് ഗ്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് മുന്നിലേക്ക് ഒരു വൈറ്റ് സ്റ്റിക്കും ഹോൾഡ് ചെയ്തിട്ടാണ് അയാൾ നടക്കുന്നത്. എന്താണ് അതിന്റെ റീസൺ? The man in the dark glasses is holding a white stick because he is a blind person. The stick helps him find his way. Blind ആയിട്ടുള്ള ആൾക്കാർ നടക്കാൻ ഇങ്ങനെയുള്ള സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുക. Do you know which toy the boys are playing with? ഇവിടെ ബോയ്സ് കളിക്കുന്ന ടോയ്സ് ഏതാണ്? The boys are playing with a top. How many bullock carts are there in the picture? Bullock carts. ഈ ബുൾസ് വലിക്കുന്ന ഇങ്ങനെയുള്ള വണ്ടികളെയാണ് bullock carts എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഒരു bullock cart ആണ് അല്ലേ ഉള്ളത്? So there is one bullock cart in the picture. Name the different animals in the picture. ഈ ഒരു പിക്ചറിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആനിമൽസ് ആണുള്ളത്? The different animal in the picture are a bull or ox. ഈ ഒരു bull or ox, a cat. ഈ ഷോപ്പിന്റെ മുകളിൽ ഒരു cat ഉണ്ട്, a dog, പിന്നെ കുറച്ച് goats ഉണ്ട്. ഇനി ഏതെങ്കിലും ആനിമൽസിനെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. Chapter 10, Night. The sun that shines all day so bright, I wonder where it goes at night. It sinks behind a distant hill and all the world grows dark and still. The sun that shines all the day, I wonder where it goes at the night. ഈ കുട്ടി പറയാണ്, പകലൊക്കെ നല്ല ലൈറ്റ് തരുന്ന സൺ രാത്രിയാവുമ്പോൾ എവിടെയാണ് പോകുന്നത്? It sinks behind a distant hill. അത് ദൂരെയുള്ളൊരു മലയുടെ അടിയിലേക്ക് താന്നു പോവുകയാണ്. And all the world grows dark and still. അപ്പോൾ അത് താന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇരുട്ടിലായി പോകും. And then I go to bed and sleep until the day begins to peep. അതിനുശേഷം സണ്ണ് താഴേക്ക് പോയി ഇരുട്ടായതിനു ശേഷം കുട്ടി go to bed and sleep. ബെഡിൽ പോയിട്ട് ഉറങ്ങും. Until ഏതുവരെയാ? The day begins to peep. പിറ്റേന്ന് രാവിലെ നേരം പുലരുന്നവരെ, രാവിലെ ആവുന്നവരെ ഉറങ്ങും. And when my eyes open,
I see the sun is shining down on me. രാത്രി ഉറങ്ങാൻ നേരത്ത് ആ ഒരു മലയുടെ ഉള്ളിലേക്ക് പോയ സൺ രാവിലെ എണീക്കുമ്പോ മുന്നിൽ കാണുന്നുണ്ടാവും അല്ലേ? ന്യൂ വേർഡ്സ്. ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വണ്ടർ, ഡിസ്റ്റന്റ് ആൻഡ് പീപ്പ്. വണ്ടർ മീൻസ് ടു ബി ക്യൂരിയസ്. നമ്മൾ വണ്ടർ ആയി പോവാ, ക്യൂരിയസ് ആവുക എന്നൊക്കെ പറയില്ലേ? ഇനി ഡിസ്റ്റന്റ് ഹിൽ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഹില്ല്. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫാർ അവേ, ദൂരെ. പീപ്പ് എന്ന് പറഞ്ഞാൽ ടു ലുക്ക് ക്വിക്ലി, ഒരാളെ പെട്ടെന്ന് നോക്കുക. ഓർ സീക്രട്ട്ലി, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട്, മെയിൻലി ഏതെങ്കിലും ഹോളിന്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ സീക്രട്ട് ആയിട്ട് നോക്കുന്നതിനെയാണ് പീപ്പ് എന്ന് പറയുന്നത്. Where does the sun go after the end of the day? എന്താണ് ക്വസ്റ്റ്യൻ? സൺ, ഒരു ദിവസം കഴിയുന്ന സമയത്ത് സൺ എവിടെയാണ് പോകുന്നത്? After the end of the day, the sun appears to go behind a distant hill. അതാണ് കവിതയിൽ പറയുന്നത് അല്ലേ? ദൂരെയുള്ള ഒരു മലയുടെ പിന്നില് അത് ഒളിച്ചിരിക്കും. But actually it moves to the other side of the earth. ശരിക്കും നമ്മുടെ ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തിരിയുന്ന സമയത്ത് സണ്ണ് മറ്റേ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സൈഡിൽ ഫുള്ള് ഡാർക്ക് ആവുന്നത്. Which among the following needs the sun and why? സൺഫ്ലവറിന് സണ്ണിന് ആവശ്യമുണ്ടോ? Yes, it turns toward the sun for light and energy. ടോയ്സിന് സണ്ണിന്റെ ആവശ്യമുണ്ടോ? Do not need the sun to grow or survive. അപ്പൊ ടോയ്സിന് സണ്ണിന്റെ ആവശ്യമില്ല. And what about the plants? Yes, they need sunlight to make food. സൺലൈറ്റിന്റെ ഹെൽപ്പോടെയാണ് അത് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. ആ പ്രോസസ്സിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ടേബിൾ, നമ്മുടെ വീട്ടിലെ ടേബിളിനും ചെയറിനും ഒന്നും സണ്ണിന്റെ ആവശ്യമില്ല. So do not need the sun to grow or survive. Children, yes, sunlight helps them to stay healthy by providing vitamin D. The poem talks about the sun in the sky. What else do you see when you look up at the sky? നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പം സൺ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളെ കാണാറുണ്ട്? When I look up at the sky, I see clouds, the moon, stars, birds and sometimes aeroplanes flying. ഇതൊക്കെ കാണാം അല്ലേ? ഇനി ഇതല്ലാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? അതും നിങ്ങളുടെ നോട്ടിൽ എഴുതാം. Think and answer. What different colors do we get to see during sunrise and sunset? രാവിലെ സൺറൈസ് ആവുന്ന സമയത്തും വൈകുന്നേരം സൺസെറ്റ് ആവുന്ന സമയത്തും ഒക്കെ ആകാശത്തിൽ പല കളേഴ്സ് ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണ് ആ കളേഴ്സ്? During sunrise and sunset, we see beautiful colors like orange, pink, red, yellow and purple in the sky. What do you see when you look at the sky at night? At night, I see the moon, twinkling stars and sometimes clouds in the sky. On some nights, I can also see planets and constellations. How do you feel when you open your eyes in the morning? രാത്രി മുഴുവൻ ഉറങ്ങി രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ആവാറ്? When I open my eyes in the morning, I feel fresh, happy and ready for the new day. Sometimes I feel sleepy too. എല്ലാ ദിവസവും എനർജിയോടെ അല്ല എണീക്കുക, ചില സമയത്തൊക്കെ മടി പിടിച്ചാണ് എണീക്കുന്നത്. Imagine a day when the sun doesn't come out. Talk about how the day would be. ഇത് നിങ്ങൾ ഓരോരുത്തരും ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസർ ആണ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ സണ്ണ് പുറത്ത് വന്നില്ലെങ്കിലോ? If the sun didn't come out, the day would be dark and cold. Plants wouldn't get sunlight and we would need lights everywhere. It would feel like night all the day and we might feel sleepy and dull without sunlight. Let's play a game. Let's play a fun game called I Spy.
We are going to take turns to be spies. The spy secretly chooses something in the room and gives everyone a clue. The spy starts saying, I spy with my little eye something that is dash, and gives a clue. For example, അതായത് അവരൊരു ഗെയിം കളിക്കുകയാണ്. എന്താ, ടീമിലുള്ള ഒരാള് റൂമിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫൈൻഡ് ചെയ്യും, എന്നിട്ടോ അതിന്റെ ക്ലൂസ് മറ്റുള്ളവർക്ക് കൊടുക്കും. ആ ക്ലൂ ഉപയോഗിച്ചിട്ട് അവര് അതെന്ത് സാധനമാണെന്ന് കണ്ടുപിടിക്കണം. ഈ പറയുന്ന ആള് എങ്ങനെയാ പറയാ? I spy with my little eye something that is, എന്തായിരിക്കും പറയാ? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. I spy something that is blue. അപ്പം ചുറ്റുമുള്ളവര് ചുറ്റും നോക്കിയിട്ട് അവിടെ കാണുന്ന ബ്ലൂ കളറുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. Then everyone looks around and tries to find something that is blue. Maybe it's a pen, a chair, or even someone's shirt. If it's tricky to guess the object right, the spy can give more clues. ആദ്യത്തെ ഒറ്റ ക്ലൂവില് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെയും ക്ലൂസ് കൊടുക്കാം. The child who guesses the right becomes the new spy. ആരാണോ ആദ്യം ഗസ് ചെയ്ത് ഫൈൻഡ് ചെയ്യുന്നത് അവരാണ് നെക്സ്റ്റ് സ്പൈ. Keep playing, taking turns, being spies and guessing until everyone gets a chance to be the spy. Read the following sentence. I spy a few stars in the sky. The word spy begins with SP. The word star begins with ST. The word sky begins with SK. ഇത് ഉപയോഗിച്ചിട്ടുള്ള വേറെയും വേർഡ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാ? SP spoon, spider. ST stairs, stone. SK skirt, skate, sky, etc. ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന വേറെയും വേർഡ്സ് ഉണ്ടാവും, അതൊക്കെ കണ്ടുപിടിക്കാം. Now say these words aloud. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സ് ഒക്കെ ഉറക്കെ വായിക്കണം. എങ്ങനെയാ വായിക്കുക? സ്റ്റാർ, സ്റ്റോം, സ്റ്റോർ, സ്റ്റെയിൻ, സ്റ്റിക്ക്, സ്റ്റെയർ, സ്പൂൺ, സ്പ്ലാഷ്, സ്പിൻ, സ്കിൻ, സ്കേറ്റ്, സ്കൈ. വായിച്ചോ? ഓക്കെ, ഒന്നുകൂടി ഉറക്കെ വായിക്കുക കേട്ടോ സ്വന്തമായിട്ട്. Read the following words and circle the words that are found in the sky. ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ വേർഡ്സ് ആണ് സ്കൈയിൽ കാണുന്നത്? സ്റ്റാർസ്, യെസ്. സ്റ്റോം, സ്റ്റോം ആകാശത്തു നിന്നാണ് വീഴുന്നത്, പക്ഷെ ആകാശത്തിൽ അവിടെ നിൽക്കുന്ന ഒരു സാധനമല്ല, അപ്പൊ അതുകൊണ്ട് സ്റ്റോം വേണ്ട. സ്റ്റോർ, സ്റ്റോർ ആകാശത്തിലല്ല. സ്റ്റെയിൻ, സ്കൈയിലല്ല. സൺ, യെസ്. ബൈസൈക്കിൾ, നോ. Moon, yes. Rain, no. Clouds, yes. Flowers, no. Rainbow, yes. Monkeys, no. Computer, no. Shoe, no. Add sun to the following words to make new words. Write them in the space given. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ വേർഡ്സിന്റെയും കൂടെ സൺ ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ന്യൂ വേർഡ് ആക്കി മാറ്റാം. എങ്ങനെയാ? ലൈറ്റ്, സൺലൈറ്റ്. അപ്പൊ ഫ്ലവറോ? സൺഫ്ലവർ. റേസ്, സൺ റേസ്. സെറ്റ്, സൺസെറ്റ്. റൈസ്, സൺറൈസ്. ഗ്ലാസസ്, സൺഗ്ലാസസ്. ഡേ, സൺഡേ. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും സ്വന്തമായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ചാപ്റ്ററിൽ ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.